ദൈവനാമത്തിന് മഹത്വം. സിയോൻ ഓൺലൈൻ ബൈബിൾ ക്വിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ബൈബിൾ ക്വിസ് നിങ്ങൾക്ക് ദൈവവചന പഠനത്തിനായിട്ട് എത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്ന് ദയവായി ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ഉത്തരങ്ങൾ അയക്കുമ്പോൾ ഉത്തരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നുപോയാൽ, അതായത് അക്ഷരത്തെറ്റോ വള്ളിയോ പുള്ളിയോ വിട്ടുപോവുകയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് എഡിറ്റ് ചെയ്യുവാനോ തിരുത്തി അയക്കുവാനോ ശ്രമിക്കരുത്. ഞാൻ കണ്ടതിന് ശേഷം നിങ്ങൾക്കത് ബോധിപ്പിക്കാവുന്നതാണ്, നമ്മൾക്കത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ തിരുത്തി അയക്കുമ്പോൾ നിങ്ങളുടെ സമയം പിന്നിലേക്ക് പോവുകയാണ്. നമ്മൾ സമയാടിസ്ഥാനത്തിലാണ് 1, 2, 3 സ്ഥാനക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്നലത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു: അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം നാം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത് കൃപ എപ്രകാരമാണ് ലഭിക്കുന്നത് എന്നാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഇതാണ്. എഫെസ്യർ 4:7 നാം ഇങ്ങനെ വായിക്കുന്നു: ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിന് അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. ഈ ചോദ്യത്തിന് ശരിയുത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് അവസാനമായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമുക്കറിയാം, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈ ദിവസങ്ങൾ വിശുദ്ധ ദിവസങ്ങളായിട്ട് ആചരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം ആചരിക്കുക, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെ ഓർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിശുദ്ധ വാരമായിട്ട് ഈ ആഴ്ച ക്രൈസ്തവ ലോകം ആചരിക്കുന്നത്. എന്നാൽ ദൈവവചന പ്രകാരം നാം നോക്കുമ്പോൾ റോമർ 6:10 നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, യേശു ഒരിക്കലായി ജനിച്ചു, ഒരിക്കലായി മരിച്ചു, ഒരിക്കലായി ഉയർത്തെഴുന്നേറ്റു. ഇനി നമുക്ക് അവൻ്റെ വരവിനായി കാത്തിരിക്കാം. അതിനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രത്യാശയാൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ചോദ്യവും യേശുവിൻ്റെ കഷ്ടാനുഭവത്തെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമായതുകൊണ്ടാണ് ഇതുകൂടി ഒന്ന് സൂചിപ്പിച്ചത്. അതുപോലെ മുൻപ് നമ്മൾ ചോദ്യം ഏത് ഭാഗത്തു നിന്നാണെന്ന് എടുത്തു പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ചോദ്യത്തോടൊപ്പം ഏത് ഭാഗത്തു നിന്നാണെന്ന് ആ പുസ്തകം കൂടെ പറയുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യമെന്ന് എടുത്തു പറയാത്തത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്: എബ്രായ ലേഖനകർത്താവ് പറയുന്നത് യേശു എന്തിനു വേണ്ടിയാണ് കഷ്ടം അനുഭവിച്ചതെന്നാണ്. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. എബ്രായ ലേഖനകർത്താവ് പറയുന്നത് യേശു എന്തിനു വേണ്ടിയാണ് കഷ്ടം അനുഭവിച്ചത് എന്നാണ്. നമ്മുടെ ഇന്നലത്തെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറ്റുള്ള പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.